കോണിക് സെക്ഷൻ്റെ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സർക്കിളാണ്. സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാൻ ഫോമുല നമുക്കറിയാം. x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ r² എന്നാണ്. സെൻറ്റർ HK ആണിത്. ഒരു ഇക്വേഷൻ്റെ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ -3 2 റേഡിയസ് 4 ആണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാൻ ഈ ഫോമുല എടുത്താൽ മതി. ഇതാണ് ഫോമുല. x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ r². ഇത് എച്ചും ഇത് കെയും ആണ്. എച്ചും കെയും. അപ്പോൾ x - -3 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ 2². ഇത്ര എഴുതിയാൽ മതി. x + 3 ഹോൾ സ്ക്വയർ y - 2 ഹോൾ സ്ക്വയർ 4. ഇത് a + b ഹോൾ സ്ക്വയർ a - b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ ഒരു ഇക്വേഷൻ ഫോമിൽ കഴിയും. അവസാനം ഒരു ഇക്വേഷൻ ഈ ഫോമിൽ വരും. x² + y² + 6x - 4y - 3. ഇതാണ് സർക്കിൾ ഇക്വേഷൻ ഒരു ജനറൽ ഫോം. ഒരു x² ടേം ഉണ്ടാവും, y² ടേം ഉണ്ടാവും, ചിലപ്പോൾ ഒരു x-ന് ടേം ഉണ്ടാവും, ചിലപ്പോൾ ഒരു y-ന് ടേം ഉണ്ടാവും, ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ കാണേണ്ട ഫോമുല. തിരിച്ചു വരികയാണെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ വന്നിട്ട് സെൻറ്റർ റേഡിയസും കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇപ്പോൾ x - 2 ഹോൾ സ്ക്വയർ പ്ലസ് y - 4 ഹോൾ സ്ക്വയർ 25 എന്നൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് കിട്ടും. ഇതാണ് സെൻറ്റർ 2 4 ആണ്. സെൻറ്റർ HK ആണ്. ഇവിടുത്തെ അടയാളം മാറ്റി 2 4. ഈ ഇക്വേഷൻ x + 3 ഹോൾ സ്ക്വയറും y - 2 ഹോൾ സ്ക്വയർ 4 ആണ്. സെൻറ്റർ ഇവിടുത്തെ അടയാളം മാറ്റുക -3, ഇവിടുത്തെ അടയാളം മാറ്റുമ്പോൾ +2 -3 +2. അപ്പോൾ -3 +2ൻ്റെ ഇക്വേഷനാണിത്. ഇതിൻ്റെ സെൻറ്റർ -3 2 ആയി വരിക. റേഡിയസ് എന്ന് പറയുമ്പോൾ ഇത് സ്ക്വയർ എടുക്കുക. ഇത് x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ r² എഴുതുമ്പോൾ ഇവിടെ ഒന്നൊന്നിനും സ്ക്വയറായി വരില്ല. അപ്പോൾ അതാണ് അതിൻ്റെ റേഡിയസ് ആയി വരിക. 25 നമ്മൾ എന്ത് ചെയ്യും? 5² എഴുതും. അപ്പോൾ റേഡിയസ് 5 ആണ്. അങ്ങനെയാണ് സെൻറ്റർ റേഡിയസ് അങ്ങനെ ഉണ്ടാക്കുക. ഇക്വേഷൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റർ റേഡിയസ് ഉണ്ടാക്കാം. ഈ തന്ന ഇക്വേഷൻ ഇതൊരു സർക്കിളാണ്. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 2 4. ഇവിടുത്തെ അടയാളം മാറ്റുക. ഇവിടെ അടയാളം മാറ്റുക 2 4. 25 5² ചെയ്യുമ്പോൾ റേഡിയസ് 5 ആയി. റേഡിയസ് 5ഉം സെൻറ്റർ 2 4ഉം. ഇനി അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ x² വരികയാണെങ്കിൽ x² പ്ലസ് ഈ ഫോമിലാണ് വരുന്നത്. ഇപ്പോൾ x² + y² + 2ux + 2vy + d = 0 എന്നുള്ള ഫോമുല വരുമ്പോൾ സെൻറ്റർ കാണാനുള്ള ഫോമുല -u - v എന്നാണ്. റേഡിയസ് കാണാനുള്ള ഫോമുല √u² + v² - t എന്നാണ്. ഈ ഫോമുല പഠിച്ചേക്കണം. ഈ ഫോമിലാണ് സർക്കിൾ ഇക്വേഷൻ വരികയാണെങ്കിൽ സെൻറ്റർ റേഡിയസും കാണാൻ ഫോമിലാണിത്. ഇത് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇക്വേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ x² + y² + 8x 10y - 8 0. അങ്ങനെ ആകുമ്പോൾ x² + y² + 2ux + 2vy + d = 0. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ 2u = 8 എന്ന് വരും, 2v = 10 എന്ന് വരും, d എന്ന് പറഞ്ഞാൽ -8. എക്സിന് കോയിഫിഷ്യൻ്റാണ് 2, എക്സിന് കോയിഫിഷ്യൻ്റാണ് 2u, അല്ലെങ്കിൽ എക്സിന് കോയിഫിഷ്യൻ്റാണ് 8. ഇപ്പോൾ 2u = 8. ഇപ്പോൾ u 4, v 10/2 5. സെൻറ്റർ -u - v എന്നാണ്. ഇപ്പോൾ -4 -5 ഇതാണ് സെൻറ്റർ. റേഡിയസ് എന്ന് പറഞ്ഞാൽ √u² + v² - d എന്നാണ്. u² എന്ന് പറഞ്ഞാൽ 16, v² പറഞ്ഞാൽ 25, d എന്ന് പറഞ്ഞാൽ -8. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റേഡിയസും കഴിയും. ഇങ്ങനെ സെൻറ്റർ റേഡിയസും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ സാധാരണ ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം, ചിലപ്പം x²ൻ്റെയും y² കോയിഫിഷ്യൻ്റ് 1 ആയിരിക്കണം. x²ൻ്റെയും y² കോയിഫിഷ്യൻ്റ് 1 ആയിട്ടെങ്കിലും ഇങ്ങനെ എടുക്കാൻ കഴിയും. 1 അല്ലെങ്കിൽ 1 ആക്കേണ്ടി വരും. അപ്പം അങ്ങനെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഉണ്ടാവും. 2x²
പ്ലസ് 2y സ്ക്വയർ പ്ലസ് 12x പ്ലസ് 16y പ്ലസ് 20 ഈക്വൽ 0 എന്ന് കാണെങ്കിൽ അത് രണ്ടുകൊണ്ട് ഹരിക്കണം. രണ്ടുകൊണ്ട് ഹരിച്ചിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 6x പ്ലസ് 8y പ്ലസ് 10 ഈക്വൽ 0 അങ്ങനെ മാറ്റിയതിന് ശേഷം എന്താകും 2u 2u ഒക്കെ എടുത്തിട്ട് ചെയ്യാൻ പോകും. കാരണം എക്സ് സ്ക്വയറിനും വൈ സ്ക്വയറിനും കോയിഫിഷ്യൻ്റ് 1 ആയിരിക്കണം. സർക്കിൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന പരാബോള ആണ്. പരാബോള, എലിപ്സ്, ഹൈപ്പർബോള ഈ 3 സംഗതിയിൽ പിന്നെ വരുന്നത്. അപ്പോൾ ഈ സർക്കിളിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ പരാബോള. പരാബോള എന്ന് പറഞ്ഞാൽ 4 തരം പരാബോള ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 4 ടൈപ്പാണ് പരാബോളകൾ. ഒന്ന് വലത്തോട്ട് തിരിഞ്ഞ പരാബോള, വലത്തോട്ട് തിരിഞ്ഞ പരാബോള, ഇതാണ് y സ്ക്വയർ ഈക്വൽ 4x. അതേപോലെ ഇടത്തോട്ട് തിരിഞ്ഞ പരാബോള ഉണ്ടാവും. അപ്പോൾ അതാണ് y സ്ക്വയർ ഈക്വൽ -4x. y സ്ക്വയർ കണ്ടാൽ വലത്തോട്ട് ഇടത്തോട്ടായിരിക്കും. പോസിറ്റീവാണ് വലത്തോട്ട്, നെഗറ്റീവാണ് ഇടത്തോട്ട്. മുകളിലോട്ടുള്ള പരാബോളിൻ്റെ പേര് എക്സ് സ്ക്വയർ ഈക്വൽ 4ay. എക്സ് സ്ക്വയർ കണ്ടാൽ മുകളിലോട്ടോ താഴോട്ടോ ആയിരിക്കും. ഇത് തന്നെ താഴോട്ടുള്ളതിന് എക്സ് സ്ക്വയർ ഈക്വൽ -4ay എന്ന് പറയും. അപ്പോൾ ഇവിടെയാണ് ഫോക്കസ് ഉണ്ടാകുക. ഫോക്കസ് A0 എന്നാണ്. ഈ ഡിസ്റ്റൻസ് A ആണ്. അത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതാണ് ഇവിടെ വരുന്നതാണ് ഡയറക്ട്രിക്സ്. ഇത് എക്സ് ഈക്വൽ -a എന്നായിരിക്കും ഈ കേസിൽ. ഈ കേസിൽ ഇവിടെയാണ് ഡയറക്ട്രിക്സ് വരിക. അത് എക്സ് ഈക്വൽ a എന്നായിരിക്കും. ഇവിടെയാണ് ഫോക്കസ് വരിക. ഇതിൻ്റെ ഫോക്കസ് ഇവിടെ വരിക -a0 എന്നാണ് വരിക. ഇതിൻ്റെ ഫോക്കസ് A0 എന്നായി വരിക. ഇങ്ങനെയുള്ള കുത്തനുള്ള ആണെങ്കിൽ അതിൻ്റെ ഫോക്കസ് മുകളിലായി വരിക. ഫോക്കസ് ഇവിടെ 0 എന്നാണ് വരിക. ഇവിടെ ആകുമ്പോൾ 0 ഉണ്ടാവും. ഇതിൻ്റെ ആകുമ്പോൾ ഇവിടെ വരിക 0 - a എന്നുണ്ടാവും. അപ്പോൾ അത് ആദ്യം ഈ പരാബോള മനസ്സിലാവണം. വലത്തോട്ടാണോ ഇടത്തോട്ടാണോ മുകളിലോട്ടാണോ ഈ 4 കാര്യങ്ങൾ അറിഞ്ഞാൽ അതിൻ്റെ ചിത്രം വരയ്ക്കുക. അതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതാം. ഓരോന്നിനും ഇക്വേഷൻ 4 ഇക്വേഷനാണല്ലോ. ആ ഇക്വേഷനും അതിൻ്റെ ഡയറക്ട്രിക്സ്. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ട്രിക്സ് ആണെങ്കിൽ മുകളിലാണ് വരിക y ഈക്വൽ a എന്ന് വരിക. ഇതിൻ്റെ ഡയറക്ട്രിക്സ് ആണെങ്കിൽ താഴെ വരിക y ഈക്വൽ -a എന്നായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ ഇതിലെ പ്രോബ്ലം ചെയ്യാൻ കഴിയും. ഇതിൽ പിന്നെ വേറൊന്ന് വരുന്നത് ലാറ്റസ് റെക്റ്റാണ്. ലാറ്റസ് റെക്റ്റത്തിന് ലെങ്ത്ത് 4a എന്നാണ്. ലാറ്റസ് റെക്റ്റം 4a എന്നാണ്. പരാബോളിൻ്റെ ലാറ്റസ് റെക്റ്റം 4a എന്നായിരിക്കും. a മാത്രം അറിഞ്ഞാൽ ഈ പരാബോളിലെ എല്ലാ കണക്കും ചെയ്യാൻ പറ്റും. a എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ്. സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന് വെർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം. അപ്പോൾ y സ്ക്വയർ ഈക്വൽ 8x എന്നുള്ള ഇതിൻ്റെ ആക്സിസ്, ഇക്വേഷൻ, ലാറ്റസ് റെക്റ്റം എല്ലാം കാണാൻ പറഞ്ഞാൽ y സ്ക്വയർ ഈക്വൽ 8x എന്ന് പറഞ്ഞാൽ ഇത് വലത്തോട്ടുള്ള പരാബോളാണ്. അപ്പോൾ y സ്ക്വയർ ഈക്വൽ 4x ആണ്. അപ്പോൾ y സ്ക്വയർ ഈക്വൽ 4x ആയി കമ്പയർ ചെയ്യണം. അപ്പോൾ y സ്ക്വയർ ഈക്വൽ 8x-നെ 4 × 2 × x എന്ന് എഴുതിയാൽ 8x ആയി. അപ്പോൾ ഇതൊരു കമ്പയർ ചെയ്യുമ്പോൾ a ഈക്വൽ 2 എന്ന് കിട്ടും. അങ്ങനെ a ഈക്വൽ 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്ട്രിക്സോ ലാറ്റസ് റെക്റ്റോ ബാക്കിയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഫോക്കസോ. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് ഇവിടെയാണ് വരിക. ഇവിടെ എന്ന് പറഞ്ഞാൽ A0 എന്ന് വരിക. A0 എന്ന് പറഞ്ഞാൽ A2 ആവണി 20 എന്നായി. പിന്നെ എന്ത് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുക. A കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാദ്യം നമുക്ക് അറിയേണ്ടത് പരാബോള വലത്തോട്ടാണോ ഇടത്തോട്ടാണോ മുകളിലോട്ടാണോ താഴോട്ടാണോ അറിയണം. അതിൻ്റെ ഇക്വേഷനും അറിയണം. നേരത്തെ കുറച്ച് ആ 4 ഫിഗർ ക്ലിയറായി അറിഞ്ഞാൽ ഏത് പ്രോബ്ലം വന്നാൽ ചെയ്യാൻ കഴിയും. പിന്നെ ഏറ്റവും വരുന്നത് എന്താ വെച്ചാൽ എലിപ്സാണ്. എലിപ്സിലാകുമ്പോൾ കുറച്ചും കൂടി ഇക്വേഷൻ വരുന്നുണ്ട്. പരാബോള 4 ടൈപ്പ് ഉണ്ടെങ്കിൽ എലിപ്സ് 2 ടൈപ്പ് മാത്രമേ ഉണ്ടാവും. എലിപ്സിൽ 2 ടൈപ്പ്, അതായത് ഒന്ന് നേരെയുള്ള എലിപ്സ്, പിന്നെ നല്ല കുത്തനെ വരുന്ന എലിപ്സ്. ഈ 2 തരം എലിപ്സ് മാത്രമേ ഉള്ളൂ. ഈ നേരെയുള്ള എലിപ്സിൻ്റെ ഇക്വേഷൻ x² + a² + b² = 1 എന്നാണ്.
കുത്തനുള്ള എലിപ്സ് ആണെങ്കിൽ അത് തിരിഞ്ഞ് വരും. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ 1. ഇപ്പോൾ എലിപ്സ് മനസ്സിലായി കഴിഞ്ഞാൽ നേരെയുള്ള മനസ്സിലായി, നേരെയുള്ള ചിത്രം അതിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ മാർക്കായി. കുത്തനുള്ള എലിപ്സാന്ന് മനസ്സിലായാൽ കുത്തനുള്ള എലിപ്സും അതിൻ്റെ ചിത്രവും അതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതിയാൽ തന്നെ മാർക്കായി. ഇപ്പോൾ എലിപ്സിന് 2 ഫോക്കസ് ഉണ്ടാവും, ഒന്നിവിടെയും ഒന്നിവിടെയും ഉണ്ടാവും. നേരെയുള്ളതാണെങ്കിൽ ഇവിടുത്തെ C0 ഫോക്കസ് C0 എന്നാണ് പറയുക, ഇത് -C0. ഫോക്കസിലേക്ക് ദൂരം C എന്നാണ് അവിടെ എടുക്കുക. വെർട്ടെക്സിലേക്കുള്ള ദൂരമാണ് A ആയിട്ട് എടുക്കുക. അപ്പോൾ അത് A0 എന്നുണ്ടാവും, ഇവിടെ -A0 എന്നുണ്ടാവും. ഇവിടെ Aയും Cയും ഉണ്ടാവും. ഇവിടെ ഇതിൽ ഫോക്കസിലേക്കുള്ള ദൂരം ഇതാണ് ഫോക്കസ് ആയിട്ട് വരുന്നത്. ഫോക്കസ് ഒന്ന് മുകളിൽ ഒന്ന് താഴെയാണ്. അപ്പോൾ ഒന്ന് 0C ഉണ്ടാവും, ഒന്ന് 0 - C ഉണ്ടാവും. വെർട്ടെക്സ് ഒന്ന് 0A ഉണ്ടാവും, ഇവിടെ 0 - A ഉണ്ടാവും. അപ്പോൾ ഇവിടെ Aയും Cയും ഉണ്ട്, Aയും Bയും Cയും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ Aയും Bയും Cയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. Aയും Bയും Cയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാവും. A സ്ക്വയർ ഈക്വൽ B സ്ക്വയർ പ്ലസ് C സ്ക്വയർ, C സ്ക്വയർ ഈക്വൽ A സ്ക്വയർ മൈനസ് B സ്ക്വയർ, അല്ലെങ്കിൽ B സ്ക്വയർ ഈക്വൽ A സ്ക്വയർ മൈനസ് C സ്ക്വയർ. ഇങ്ങനെ Aയും Bയും Cയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. A = B സ്ക്വയർ പ്ലസ് C സ്ക്വയർ, B = A സ്ക്വയർ മൈനസ് B സ്ക്വയർ, അല്ല C = A സ്ക്വയർ മൈനസ് B സ്ക്വയർ, B = A സ്ക്വയർ മൈനസ് C സ്ക്വയർ. ഇങ്ങനെ Aയും Bയും Cയും കണക്ട് ചെയ്യുന്ന ഒരു 3 ഇക്വേഷൻ കൂടി ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ എക്സെൻട്രിസിറ്റി C/E എന്നാണ്. എക്സെൻട്രിസിറ്റി C/E എന്നാണ് പഠിച്ചേക്കണം. ലാറ്റസ് റെക്റ്റം 2B² എന്നാണ്. ലാറ്റസ് റെക്റ്റം 2B². പരാബോളയിൽ ലാറ്റസ് റെക്റ്റം 4A എന്നാണ്. ഇവിടെ 2B² ആണ്. എലിപ്സിൽ 2B² ആണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. എക്സെൻട്രിസിറ്റി C/E എന്നാണ്. അങ്ങനെയൊക്കെ ഈ ഫോമിലൊക്കെ മാർക്കുണ്ട്. എലിപ്സിന് 2 മെയിൻ ഇക്വേഷൻ അറിഞ്ഞതിന് ശേഷം ഈ Aയും Bയും Cയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ കൂടി നമുക്ക് എന്താക്കണം, അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ ഒരു ഇക്വേഷൻ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു, X² / 25 Y² / 9 = 1 എന്നുള്ള എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി, ഫോക്കസ്, വെർട്ടിസസ്, മേജർ ആക്സിസ് ഇങ്ങനെല്ലാം കാണാൻ പറഞ്ഞാൽ X² / 5² പ്ലസ് Y² / 3² = 1. X² അടിയിൽ വലിയ സംഖ്യ വന്നാൽ നേരെയുള്ള എലിപ്സാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. X² അടിയിൽ വലിയ സംഖ്യ വരണം, എന്നാൽ ഇത് എന്താണ്, നേരെയുള്ള എലിപ്സാണ് മനസ്സിലായി. നേരെയുള്ള എലിപ്സാണ് മനസ്സിലായി. അതിൻ്റെ ഇക്വേഷൻ ചെയ്ത് X² / A² പ്ലസ് Y² / B² = 1 എന്നാണ് എഴുതിക്കുക. ഒരു ചിത്രം വരയ്ക്കുക, ഇക്വേഷൻ ഇതിനൊക്കെ മാർക്കുണ്ട്. എന്നിട്ട് ഇത് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ സ്ഥാനത്ത് 5ഉം Bൻ്റെ സ്ഥാനത്ത് 3യും കിട്ടും. വേഗം കിട്ടും, A5ഉം B3 വേഗം കിട്ടും. ഇക്വേഷൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേക്കോട് കൂടി Aയും Bൻ്റെ വില കിട്ടി. Aൻ്റെയും Bൻ്റെയും വില കിട്ടിക്കഴിഞ്ഞാൽ C കിട്ടും. കാരണം Cക്ക് ഒരു ഫോമുണ്ട്, √A² - B² എന്നുള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ 25 - 9 √16 4. അപ്പോൾ Aയും Bയും C ആയി. Aയും Bയും Cയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇതെല്ലാം എക്സെൻട്രിസിറ്റിയാണ് C/E, അത് ചെയ്യാം. പിന്നെ ഫോക്കസ് -C0 C0. അപ്പം ഫോക്കസ് ഒന്ന് ഇവിടെ വരും, ഒന്ന് ഇവിടെയും വരും. ഒന്ന് C0, ഒന്ന് -C0. ഫോക്കസ് ഒന്ന് -C0, ഒന്ന് C0 ആണ്. അപ്പോൾ Cൻ്റെ വില 4 അല്ലേ, അപ്പോൾ -40 40. അങ്ങനെ ഫോക്കസ് കിട്ടും, എന്തും കിട്ടും. പിന്നെ വെർട്ടെക്സ് എന്താണ്, -A0 A0. ഇപ്പോൾ എൻ്റെ വില 5 ആയതുകൊണ്ട് -50 50. അങ്ങനെ ഫോക്കസ്, വെർട്ടിസസ്, ലാറ്റസ് റെക്റ്റം. ലാറ്റസ് 2B² എന്നാണ്. 2B² ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. 2B², B എത്ര, B 9, 3ൻ്റെ സ്ക്വയർ 9 A എന്ന് പറഞ്ഞാൽ 5, അപ്പോൾ 18/5. 2B² ആണ്. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ C/E ആണ്. C/E എന്ന് പറഞ്ഞാൽ 4/5. ഇതൊക്കെ നല്ല സുഖമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ അങ്ങനെ X² / 25 പ്ലസ് Y² / 9 = 1 എന്നുള്ളതിന് പകരം
പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഒരു വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ 9x² + 4y² = 36. പെട്ടെന്ന് എലിപ്സാന്ന് തോന്നൂലേ. നമ്മളിതിനെ 36 കൊണ്ട് അരിച്ച് വെക്കണം. 36 കൊണ്ട് അരിക്കുമ്പോൾ ഇവിടെ 1 ആവും. 9 4 36. അപ്പോൾ x²/4 ഇവിടെ 8 4 9 4 36 9 ഇവിടെ. ഇപ്പോഴാണ് x²/a² + y². ഇത് ഫോമാണെന്നറിയാം. x² ഇത് 4നെ 2² എഴുതാം, 9നെ 3² എഴുതാം. ഇപ്പോൾ എലിപ്സാന്ന് മനസ്സിലായി. ഇപ്പോൾ പ്രശ്നം x² അടിയിൽ ചെറുതും y² അടിയിൽ വലുതുമാണ്. അപ്പോൾ അത് കുത്തനുള്ള എലിപ്സാന്ന് മനസ്സിലായി. അപ്പോൾ അതിനനുസരിച്ച് പ്രോബ്ലം ചെയ്യേണ്ടി വരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ചിലപ്പോൾ 36 ഇവിടെ എന്താണ് വരുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന സംഖ്യയോട് ഡിവൈഡ് ചെയ്തിട്ട് എലിപ്സ് ആക്കുക. എലിപ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ എലിപ്സ് കുത്തനുള്ളതാണോ നേരെയുള്ളതാണോ എഴുതാം. കുത്തനുള്ളതാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ x²/b² + y²/a² = 1 എഴുതി. ഇനി ബീൻ്റെ സ്ഥാനത്ത് ഇവിടെ 2 ആണ്, എയുടെ സ്ഥാനത്ത് 3. അപ്പം അങ്ങനെ എയും ബിയും സിയും കിട്ടി. എയും ബിയും സിയും കിട്ടിയ സി എന്ന് പറഞ്ഞാൽ a² - b² എന്നാണ്. പിന്നെ സിയും കിട്ടും 9 - 4 √5 എന്നുണ്ടാവും. അങ്ങനെ എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ ഫോക്കസ് മുകളിലൊന്നും താഴത്താണ്, വെർട്ടെക്സ് ഒന്ന് മുകളിലൊന്നും താഴെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതിന് കോർഡിനേറ്റ് ഇങ്ങനെ മാറും. അത്രയേ ഉള്ളൂ. മുകളിൽ 0C, താഴെ 0 - C, മുകളിൽ 0A, അടിയിൽ 0 - C. അങ്ങനെ ഫോക്കസുകൾ കിട്ടും, വെർട്ടെക്സ് കിട്ടും. ലാറ്റസ് റെക്ടം 2b²/a എന്നാണ്. എക്സെൻട്രിസിറ്റി c/a. അങ്ങനെ ഏത് പ്രോബ്ലം ചെയ്യാൻ കഴിയും. പിന്നെ ഇത് ഹൈപ്പർബോളാണ്. ഹൈപ്പർബോൾ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള എലിപ്സ് പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഫോർമുലയിൽ ഇക്വേഷൻ അതുപോലെ വ്യത്യാസം. ഇപ്പോൾ 2 തരം ഹൈപ്പർബോളുണ്ട്. 2 തരം ഹൈപ്പർബോൾ, 2 പരാബോൾ അങ്ങനെ തിരിഞ്ഞെടുക്കുന്ന വരെയാണ്. ഇതൊരു നേരെയുള്ള ഹൈപ്പർബോളാണ്. നേരെയുള്ള ഹൈപ്പർബോളിൻ്റെ ഇക്വേഷൻ x²/a² - y²/b² = 1 എന്നാണ്. എലിപ്സിൻ്റെ ഇക്വേഷൻ x²/a² + y²/b² = 1 ആണ്. അപ്പോൾ നടുക്ക് മൈനസ് വന്നാൽ ഹൈപ്പർബോൾ അത് മനസ്സിലായി. നടുക്ക് പ്ലസ് ആണെങ്കിൽ എലിപ്സ് ആയിരിക്കും. പിന്നെ എലിപ്സാണ് തിരിച്ചറിയാൻ. പിന്നെ എലിപ്സ് നേരെയുള്ളതാണ് കുത്താനുള്ളതൊക്കെ ഞാൻ പറഞ്ഞാൽ x² അടി വലിയ സംഖ്യ എന്നാൽ നേരെ, x² അടി ചെറുതാണ് കുത്താനുള്ളത്. അപ്പോൾ എലിപ്സിൻ്റെ കഴിഞ്ഞ് തിരിച്ചറിയാൻ മാർഗം പറഞ്ഞ്. ഹൈപ്പർബോൾ എങ്ങനെ തിരിച്ചറിയാം? നടുക്ക് മൈനസിൻ്റെ ഹൈപ്പർബോളാണ് മനസ്സിലായി. ഇവിടെ x² അടിയിൽ വലുത് ചെറുതെന്നുള്ളതല്ല, x² സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നേരെയുള്ള ഹൈപ്പർബോളായിരിക്കും. x² തുടങ്ങണം, അങ്ങനെയാണെങ്കിൽ നേരെയുള്ള ഹൈപ്പർബോളാണ്. അപ്പോൾ ഇത് ഞാനിവിടെ വരച്ച് നേരെയുള്ള ഹൈപ്പർബോളാണ്. അതിന് ഇക്വേഷനാണ് ഇത്. ഇനി y² സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കുത്തനുള്ള ഹൈപ്പർബോൾ. ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരിക? y²/a² - x²/b² = 1 ആണ്. നടുക്ക് മൈനസാണ് ഹൈപ്പർബോളാണ്. y² തുടങ്ങുന്നതെങ്കിൽ അത് കുത്തനുള്ളതായിരിക്കും. അപ്പം അങ്ങനെ നേരെയുള്ളതാണോ കുത്തനുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എലിപ്സ് പോലെ തന്നെ വേറൊരു മാറ്റമില്ല. ഇവിടെയും എയും ബിയും സിയും കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. അത് എലിപ്സിലെ എയും ബിയും സിയും കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അല്ല. ഇവിടെ എ എന്ന് പറഞ്ഞാൽ √c² - b² എന്നാണ്. ഇവിടെ സി എന്ന് പറഞ്ഞാൽ √a² + b² ആണ്. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ √c² - a². അപ്പോൾ ഇവിടെ എയും ബിയും സിയും കണക്ട് ചെയ്യുന്ന 3 ഇക്വേഷൻ ഉണ്ട്. അത് ഹൈപ്പർബോളൊക്കെ വേറെയാണ്, എലിപ്സിന് വേറെയാണ്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ എലിപ്സ് പോലെ തന്നെയാണ്. എക്സെൻട്രിസിറ്റി c/a എന്നാണ്. ലാറ്റസ് റെക്ടം 2b²/a എന്നാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, x²/9 - y²/16 = 1. അപ്പോൾ നടുക്ക് മൈനസ് ആകുമ്പോൾ ഹൈപ്പർബോളാണ് മനസ്സിലായി. x² സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നേരെയുള്ള ഹൈപ്പർബോളാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് നമുക്ക് x²/3² y²/4² = 1. പിന്നെ നേരെയുള്ള ഹൈപ്പർബോളിൻ്റെ ഇക്വേഷൻ x²/a² - y²/b² = 1. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ വില 3 എന്നും കിട്ടും, ബീൻ്റെ വില 4 എന്നും കിട്ടും. എൻ്റെ വില 3 ബീൻ്റെ വില 4 കിട്ടിയാൽ പിന്നെ സി കിട്ടും. സി എന്ന് പറഞ്ഞാൽ √a² + b² എന്നാണ്. അപ്പോൾ ഹൈപ്പർബോളിൻ്റെ ഇക്വേഷൻ നോക്കണേ, എലിപ്സ് ചെറിയ വ്യത്യാസമുണ്ട്.
അപ്പോൾ 9 16 റൂട്ട് 25 5 ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എയും ബിയും സി ആയി. എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. എയും ബിയും സി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫോക്കസുകൾ കാണാം. ഫോക്കസ് രണ്ട് സൈഡിലാണ്. ഇവിടെ C0 എന്നാണ്, ഇവിടെ -C0 എന്നാണ്. പിന്നെ വെർട്ടെക്സ് ഇവിടെ A0 എന്ന് കിട്ടും. A0 ഇവിടെ എന്താ വരിക -A0 എന്ന് കിട്ടും. പിന്നെ ലാറ്റസ് റെക്ടം 2b² കിട്ടും. എക്സെൻട്രിസിറ്റി C/E. പിന്നെ അങ്ങനെ ബാക്കിയുള്ളൊക്കെ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ കുത്തനുള്ള ഹൈപ്പർബോളൻ്റെ അപ്പോൾ ഞാനിപ്പോൾ y² - x²/1 ഇപ്പോൾ നടുക്ക് മൈനസാണ് ഹൈപ്പർബോള മനസ്സിലായി. y² സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കുത്തനുള്ളതാണ്. അപ്പോൾ ഇതല്ല, y² സ്റ്റാർട്ട് ചെയ്യുന്നത്. y² സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കുത്തനുള്ള. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഹൈപ്പർബോള. ഇതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? y² - x²/b² 1 എന്നാണ് വരിക. ഈ 16 നമുക്ക് എന്ത് ചെയ്യാം? 16 നമുക്ക് y²/4² എഴുതാം. ഇത് x²/1² എഴുതാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ a = 4 എന്നും കിട്ടും, b = 1 എന്നും കിട്ടും. പിന്നെ c കിട്ടും. c എന്ന് പറഞ്ഞാൽ √(a² + b²). അപ്പോൾ √16 1 17 √17. അപ്പോൾ അങ്ങനെ എയും ബിയും സി കിട്ടിക്കഴിഞ്ഞാൽ ഫോക്കസുകൾ ഒന്ന് ഇവിടെ ഉണ്ടാവും. ഇവിടുത്തെ ഫോക്കസ് 0C എന്നായി. ഇവിടുത്തെ ഫോക്കസ് 0 - C എന്നായി. ഇവിടുത്തെ വെർട്ടെക്സ് 0A എന്നായി. ഇവിടുത്തെ വെർട്ടെക്സ് 0 - A എന്നായി. അങ്ങനെ വെർട്ടെക്സ് കാണാം, ഫോക്കസുകൾ കാണാം, ലാറ്റസ് റെക്ടം 2b² കാണാം, എക്സെൻട്രിസിറ്റി C/E എന്ന് കാണാം. അങ്ങനെ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെ ഈ 4 സെക്ഷനിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. സർക്കിളിൽ വെറുതെ ടച്ച് ചെയ്ത് പോയിട്ടുള്ളൂ. സർക്കിൾ തന്നെ പിന്നെ വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഇക്വേഷൻ റേഡിയസും കാണുന്നതിന് കൂടാതെ തന്നെ ഫൈൻഡ് ദി ഇക്വേഷൻ സർക്കിൾ പാസസ് ത്രൂ ദി പോയിന്റ് 2 - 2 3 4 2 പോയിന്റിലൂടെ കടന്നു പോകുന്നതും ആൻഡ് സെൻറ്റർ ലൈസ് ഓൺ ദി ലൈൻ x + y = 2. സെൻറ്റർ ലൈസ് ഓൺ ദി ലൈൻ എന്ന് പറഞ്ഞ ലൈൻ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്, 5 മാർക്കിന്. അത് സർക്കിൾ വരുന്ന ക്വസ്റ്റ്യനാണ്. കിട്ടിയാൽ 5 മാർക്കായി. അതേപോലെ എലിപ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് വിത്ത് മേജർ ആക്സിസ് ഓൺ എക്സ് ആക്സിസ്. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ നേരെയുള്ള എലിപ്സാണ് മനസ്സിലായി. പാസ് ചെയ്യുന്ന ത്രൂ ദി പോയിന്റ് 4 3 - 1 4. 2 പോയിന്റിലൂടെ കടന്നു പോകുന്ന എലിപ്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ 2 പോയിന്റ് തന്നിട്ടുണ്ട്. 2 പോയിന്റ് ഓരോ പോയിന്റ് വെച്ച് ഓരോ ഇക്വേഷൻ ഉണ്ടാക്കും. ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് എലിപ്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എലിപ്സിൻ്റെ അകത്തൊരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം അങ്ങനത്തെ കുറേ വലിയ ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് കിട്ടാൻ സാധ്യത. പൊതുവേ എളുപ്പമുള്ള കുറേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ടച്ച് ചെയ്തതാണ് സർക്കിൾ ഇക്വേഷൻ. സർക്കിൾ സെൻറ്റർ റേഡിയസ് തന്ന ഇക്വേഷൻ കാണുന്ന വിധം, ഇക്വേഷൻ തന്നിട്ട് സെൻറ്റർ റേഡിയസ് കാണുന്ന വിധം, പിന്നെ പരാബോള 4 തരം പരാബോളിൻ്റെ ഇക്വേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലവും, പിന്നെ എലിപ്സ് നേരെയുള്ള എലിപ്സ്, കുത്തൻ്റെ എലിപ്സ്, അതെങ്ങനെ തിരിച്ചറിയുക, അതിൻ്റെ ഇക്വേഷൻ, അതുമായി ബന്ധപ്പെട്ട കുറേ പ്രോബ്ലങ്ങൾ, ഫോർമുലകൾ, പിന്നെ ഹൈപ്പർബോള 2 തരം ഹൈപ്പർബോള, നേരെയുള്ള ഹൈപ്പർബോള, കുത്തൻ്റെ ഹൈപ്പർബോള, അതിൻ്റെ ഇക്വേഷൻ്റെ ഫോം, അതിൻ്റെ ഇക്വേഷൻ, അത് എങ്ങനെ തിരിച്ചറിയുന്നത്, പിന്നെ ABC കാണുന്നതിനുള്ള ഇക്വേഷൻ, പിന്നെ അതിൻ്റെ എക്സെൻട്രിസിറ്റി, ലാറ്റസ് റെക്ടം എക്സെൻട്രിസിറ്റി, അതേപോലെ പ്രോബ്ലം ചെയ്യാനുള്ള മെത്തേഡുകൾ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിക്കാം. കൂടുതൽ പ്രോബ്ലം നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ട് മാത്രമേ ഉള്ളൂ. നോട്ടിലും ടെസ്റ്റിലുള്ള പരമാവധി പ്രോബ്ലം ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും മാത്സിൽ. ഓക്കെ.